നമസ്കാരം. എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സുരേഷ്. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ കഥയുടെ സാരാംശം ആദ്യം പറയാം എന്ന് വിചാരിക്കുകയാണ്. നമ്മൾ തെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പാപം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ സിൻ എന്ന് പറയുന്നത്, ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ മറ്റാരെങ്കിലും നമ്മൾ ചെയ്യുന്ന തെറ്റിന് പങ്കുകാരാകുമോ എന്നുള്ളതേക്കുറിച്ചുള്ള ഒരു കഥയാണിത്. പക്ഷേ ഈ കഥയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇത് ആദിമ കവിയുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. പണ്ട് വളരെ പണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങളല്ല, യുഗങ്ങൾക്ക് മുൻപ് അഗ്നിശർമ്മ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണ ബാലൻ ഉത്തരേന്ത്യയിൽ ജനിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് പ്രചേത എന്നായിരുന്നു. ഇദ്ദേഹം വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഒരു കാട്ടിൽ അകപ്പെട്ടു പോവുകയാണ്. ഈ കുട്ടിയെ കാട്ടിലുള്ള ഒരു വേട കുടുംബം കാണുകയും അവരുടെ കൂടെ കൂട്ടുകയും ചെയ്തു. ഈ കുട്ടിക്ക് എവിടെ നിന്ന് വന്നു എന്നൊന്നും പറയാനുള്ള പ്രായമായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുടുംബം ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോവുകയും അദ്ദേഹത്തെ നന്നായിട്ട് പരിപാലിക്കുകയും സ്വന്തം മകനെ പോലെ വളർത്തുകയും ചെയ്തു. അങ്ങനെ ഈ കുട്ടി വളർന്ന് വലുതാകുകയാണ്. അപ്പോൾ അവർ വേട്ടയാടിയാണ് ജീവിച്ച് പോന്നിരുന്നത്. അങ്ങനെ ആ കുട്ടി വലുതായി കല്യാണപ്രായമൊക്കെ ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പത്നി വളരെ അറിവുള്ള ഒരു സ്ത്രീയുമായിരുന്നു. അങ്ങനെ കാലം കടന്നുപോയി. അപ്പോഴാണ് അവിടെ അതിഘോരമായ ഒരു വേനൽ ആരംഭിക്കുന്നത്. ഈ വേനൽ അങ്ങ് തുടങ്ങിയതോടുകൂടി 1-2 മാസമൊന്നുമല്ല, വർഷങ്ങൾ നീണ്ടുള്ള വേനൽക്കാലമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വലിയൊരു വേനൽക്കാലം വരുമ്പോൾ എന്ത് സംഭവിക്കും? കാട്ടിലെ പുല്ല് എല്ലാം ഉണങ്ങി പോകും അല്ലേ? അങ്ങനെ പക്ഷികളും മൃഗങ്ങളും എല്ലാം കുറേശ്ശെ മരണപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഇവർക്ക് വേട്ടയാടി ജീവിക്കാനുള്ള മാർഗം വളരെ ബുദ്ധിമുട്ടായി തീരുകയാണ്. അപ്പോൾ അഗ്നിശർമ്മയ്ക്ക് വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഒരു കുടുംബമുണ്ട്. അവരെ പോറ്റേണ്ട കടമ ഇദ്ദേഹത്തിനാണ്. ഇദ്ദേഹം പല കാര്യങ്ങളും ആലോചിക്കുകയാണ്. പക്ഷേ ഇദ്ദേഹത്തിന് അറിയാവുന്ന ഒരേ ഒരു കാര്യം വേട്ടയാടുക, അല്ലെങ്കിൽ ഹണ്ടിങ് മാത്രമാണ്. അങ്ങനെ ഇരിക്കുന്ന അദ്ദേഹത്തിന് കുടുംബത്തെ പോറ്റാൻ വേണ്ടി, തൻ്റെ കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരു ഉപായം ഇതിനു വേണ്ടി കണ്ടെത്തുകയാണ്. ഇദ്ദേഹം വളരെ നീതിമാനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ തൻ്റെ കുടുംബത്തിലുള്ളവരുടെ പട്ടിണിയെല്ലാം കണ്ട് അദ്ദേഹം അവസാനം ഒരു പിടിച്ചുപറിക്കാരനായി മാറുകയാണ്. അങ്ങനെ അദ്ദേഹം വഴിയാത്രക്കാരുടെ അടുത്തുനിന്ന് സ്വത്തുക്കൾ, അവരുടെ പണം എല്ലാം പിടിച്ചു പറിച്ച് അതുകൊണ്ട് തൻ്റെ കുടുംബത്തെ പോറ്റി വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു കൂട്ടം ആളുകൾ വഴികൾ പോകുന്നത് കണ്ട് ഇദ്ദേഹം അവരുടെ മുമ്പിലേക്ക് ചാടി വീണ് കയ്യിലിരിക്കുന്ന പണം തരാനായിട്ട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ ആ കൂട്ടത്തിലുള്ള ആളുകളുടെ കയ്യിൽ കമണ്ടലൂരുണ്ടായിരുന്ന വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യും, ഇന്ന് തൻ്റെ കുടുംബം പട്ടിണിയാകുമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് ഇദ്ദേഹം അവരോട് തന്നെ പറയുകയാണ്, ഇനി ഞാൻ ഇന്ന് എന്ത് ചെയ്യും, നിങ്ങളുടെ അടുത്തൊന്നുമില്ല, എൻ്റെ കുടുംബം പട്ടിണിയാകുമെന്ന് പറയുകയാണ്. അപ്പോൾ അതിലുള്ള ഒരു മുനി, അത് ഒരു സപ്തഋഷികളായിരുന്നു ആ വഴിയിൽ പോയിരുന്നത്, അതിലുള്ള ഒരു മുനി ഇദ്ദേഹത്തോട് പറയുകയാണ്, നീ ഇങ്ങനെ മറ്റുള്ളവരുടെ സ്വത്ത് അപഹരിക്കുമ്പോൾ അതൊരു തെറ്റാണ്, അതൊരു പാപമാണ്. ഈ പാപമെല്ലാം നിൻ്റെ കുടുംബം നിൻ്റെ കൂടെ ഷെയർ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇദ്ദേഹം വളരെ നിഷ്കളങ്കനായ ഇദ്ദേഹം പറയുകയാണ്, ഉറപ്പായിട്ടും
ഞാൻ അവർക്ക് വേണ്ടിയാണല്ലോ ഇതെല്ലാം സമ്പാദിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ കുടുംബം ഈ പാപം എൻ്റെ കൂടെ പേറുമായിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ നീ ഒന്ന് അവരോട് ചോദിച്ചിട്ട് വരൂ എന്ന് ഈ മുനിവര്യൻ പറയുകയാണ്. അദ്ദേഹം പെട്ടെന്ന് തന്നെ തൻ്റെ കുടിലേക്ക് ഓടിപ്പോവുകയാണ്. അവിടെ ചെന്ന് ആദ്യം കാണുന്നത് തൻ്റെ പിതാവിനെയാണ്. പിതാവിനോട് ചോദിക്കുകയാണ്, ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് വീട്ടിൽ കൊണ്ടുവരുന്ന വസ്തുതകളെല്ലാം ഞാൻ പിടിച്ചു പറിച്ച ആളുകളിൽ നിന്നും കവർന്നെടുത്ത പണം കൊണ്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതിലൂടെ എനിക്കുണ്ടായ പാപം അങ്ങ് കൂടെ എൻ്റെ കൂടെ ഷെയർ ചെയ്യില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട അച്ഛന് വളരെ കോപം വരികയാണ്. തൻ്റെ മകൻ പിടിച്ചു പറിച്ചാണ് ഇങ്ങനെ സാധനസാമഗ്രികൾ വാങ്ങി വരുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹം പറയുകയാണ്, കടക്ക് പുറത്ത് എന്ന് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം തൻ്റെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, അമ്മേ ഇങ്ങനെയാണ് സംഭവം, അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഞാൻ ചെയ്ത പാപത്തിന് ഒരു ഷെയർ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുകയാണ്, പുത്രൻ്റെ ധർമ്മം പ്രായമായ അച്ഛനെയും അമ്മയും ശുശ്രൂഷിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ നീ കൊണ്ടുവന്നതെല്ലാം ഞങ്ങൾ കഴിക്കുകയുണ്ടായി. പക്ഷേ പാപം അത് പേറാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് പറയുകയാണ്. ഉടനെ തന്നെ ഇദ്ദേഹം തൻ്റെ ഭാര്യയെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ ഭാര്യ ഇദ്ദേഹം പറയുന്നത് കേട്ട് വളരെ വിഷമിക്കുകയാണ്. അങ്ങ് എന്നെ കല്യാണം കഴിക്കുമ്പോൾ എന്നെ സംരക്ഷിച്ചുകൊള്ളാം എന്ന് വാക്ക് തന്നിട്ടാണ് എന്നെ കല്യാണം കഴിച്ചത്. പക്ഷേ അങ്ങ് ഇങ്ങനെ അപഹരിച്ചു കൊണ്ടുവരുന്ന സ്വത്താണ് എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അന്നേ അത് വിലക്കിയേനെ. പക്ഷേ അങ്ങ് ചെയ്തിരുന്ന പാപത്തിൻ്റെ ഫലം അങ്ങ് തന്നെ അനുഭവിച്ചേ പറ്റൂ എന്ന് ഇദ്ദേഹത്തോട് പറയുകയാണ്. ഇത് പെട്ടെന്ന് കേൾക്കുമ്പോഴേക്കും ഇദ്ദേഹത്തിന് ഒരു ബോധോദയം ഉണ്ടാകുകയാണ്. താൻ ഇത്രയും നാൾ ചെയ്തത് തൻ്റെ കുടുംബത്തിന് വേണ്ടിയാണെങ്കിലും മറ്റെന്തിനു വേണ്ടിയാണെങ്കിലും ആളുകളുടെ സ്വത്ത് അപഹരിച്ചിരുന്നു, അത് വളരെ തെറ്റാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം തിരിച്ച് ഓടി സപ്തഋഷികളുടെ അടുത്തെത്തുകയാണ്. അപ്പോൾ അതിൽ ഉണ്ടായിരുന്ന നാരദമുനി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, വിഷമിക്കേണ്ട, നമ്മൾ പലരും തെറ്റ് ചെയ്തവരാണ്. നമ്മൾ ചെയ്ത തെറ്റിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് മാർഗങ്ങളുണ്ട്. അതുകൊണ്ട് അങ്ങ് ഈശ്വര പ്രാർത്ഥനയിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞിട്ട് അവരിരുന്ന മരച്ചോട്ടിൽ ഇദ്ദേഹത്തെ പിടിച്ചിരുത്തിയിട്ട് പറയുകയാണ്, മര 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 എന്ന് പ്രാർത്ഥിക്കാൻ. മലയാളത്തിലാണെങ്കിൽ ആ മര ഈ മര എന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നതായിട്ടാണ് കഥകളിൽ പറയുന്നത്. അപ്പോൾ മര മര എന്ന് അല്ലെങ്കിൽ ആ മര ഈ മര എന്ന് നമ്മൾ തുടർച്ചയായിട്ട് പറയുമ്പോൾ അത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ രാമൻ്റെ പേരാണ്. രാമ 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 എന്ന് വരെയാണ്. ഇത് ജപിച്ചുകൊള്ളൂ, നിങ്ങൾക്ക് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം തെളിഞ്ഞു വരും എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അഗ്നിശർമ്മൻ ആ മരത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ട് തൻ്റെ പ്രാർത്ഥന തുടങ്ങുകയാണ്. കാലങ്ങളിങ്ങനെ കടന്നുപോയി. വീണ്ടും സപ്തഋഷികൾ വളരെ കാലങ്ങൾക്ക് ശേഷം അതിലെ തിരിച്ചു വരികയാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ദിവ്യമായ ഒരു ശബ്ദം കേൾക്കാൻ കഴിയുകയാണ്. അവർ ചുറ്റുപാട് നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല. പക്ഷേ അവിടെ ഒരു ചെതൽപുറ്റ് വളർന്നിരിക്കുന്നതാണ് അവർക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ശബ്ദം വരുന്നത് ചെതൽപുറ്റിൽ നിന്നാണെന്ന് മനസ്സിലാക്കി അവർ ചെതൽപുറ്റ് ഉടച്ചു നോക്കുമ്പോൾ അതിനുള്ളിൽ പണ്ടത്തെ മറ്റുള്ളവരെ അപഹരിച്ചിരുന്ന ഒരു കള്ളനായിരുന്ന അഗ്നിശർമ്മൻ അവിടെ ഇരുന്ന് ഈശ്വര പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാകുകയും അദ്ദേഹം ഈശ്വരൻ്റെ പാദങ്ങളിലേക്ക് സ്വയം അർപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തെ വിളിച്ചെഴുന്നേൽപ്പിച്ച് അദ്ദേഹം ഈ ചിതൽപുറ്റിൻ്റെ ഉള്ളിലിരുന്നതിനാൽ ചിതൽപുറ്റിന് വാൽമീകം എന്നാണ് സംസ്കൃതത്തിൽ പറയുക. അദ്ദേഹത്തിനെ വാൽമീകി എന്ന് വിളിക്കുകയാണ്. ഇത് മറ്റാരുടെയും കഥയല്ല, ആദിമ കവിയായ മഹാഋഷിയായ വാൽമീകി മുനിയുടെ കഥയാണ്. അങ്ങനെ പിടിച്ചുപറിക്കാരനായ അഗ്നിശർമ്മൻ വാൽമീകിയായി മാറുകയും പിന്നീട് അദ്ദേഹം രാമായണം എഴുതുകയും ഉണ്ടായി. ഈ കഥയുടെ സാരാംശം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് മറ്റാരും ഫലം അനുഭവിക്കില്ല, നമ്മൾ തന്നെയായിരിക്കും അനുഭവിക്കുക. അപ്പോൾ മറ്റാരെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ തെറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ അനുഭവം നമുക്ക് തന്നെ ആയിരിക്കും എന്ന് മനസ്സിലാക്കി നമ്മൾ പെരുമാറണമെന്നും
എത്രത്തോളം തെറ്റ് ചെയ്ത വ്യക്തിയാണെങ്കിലും അവർക്ക് ആ തെറ്റിൽ നിന്നെല്ലാം പുറത്തു വരാനുള്ള അവസരം ഉണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.